എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിജു ആചാരി പവനൂർ, വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സഹർഷം സ്വാഗതം. പ്രിയ ബന്ധുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഭൂമിയിലെ ഊർജ പ്രവാഹത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, വാസ്തുശാസ്ത്ര സനാതന ധർമ്മമനുസരിച്ച് ഊർജപ്രവാഹം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടും വടക്കു നിന്നും തെക്കോട്ടും എന്നുള്ളതാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്നതും വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്നതുമായ ഊർജ രേഖകൾ തമ്മിൽ സംഗമിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ ഒരു വൈദ്യുത കാന്തിക മണ്ഡലങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. ഈ വൈദ്യുത കാന്തിക മണ്ഡലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാതുക്കളുടെ നിക്ഷേപമോ അരുവികളോ ചതുപ്പുകളോ ഗുഹകളോ അഗാധഗർത്തങ്ങളോ അതുപോലെ ഭൂമിയിൽ നെഗറ്റിവിറ്റി ആയി ബന്ധപ്പെട്ടുള്ള മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു അശാസ്ത്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കൂടുതൽ പ്രഭവിക്കുന്ന രീതിയിലുള്ള ഒരു തുരുത്ത് രൂപപ്പെടുന്നു. അങ്ങനെ രൂപപ്പെടുന്ന തുരുത്തുകൾ എങ്ങനെയാണ് നാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത്, നമ്മൾ ഒരു നിർമ്മിതി നിർമ്മിക്കുമ്പോൾ ആ നിർമ്മിതിയിൽ ഒരു വിള്ളൽ ഉണ്ടാവുക, ഗൃഹങ്ങളിലെ വൈദ്യുത ഉപകരണങ്ങൾ അകാരണമായി പണിമുടക്കുക, അതേപോലെ തന്നെ വളർത്തു മൃഗങ്ങൾ അവരുടെ സ്വഭാവങ്ങളിൽ അസ്വാഭാവികത പ്രകടിപ്പിക്കുക, ഭൗമാന്തർ ഭാഗത്ത് നിന്ന് വളരെ വലിയ ശബ്ദങ്ങൾ കേൾക്കുക തുടങ്ങിയിട്ടുള്ള നിമിത്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഒരു മർമ്മ കേന്ദ്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമാണ് ആ നിർമ്മിതി ആ മർമ്മങ്ങളിൽ നിന്നും മാറ്റി സ്ഥാപിക്കുകയും ആ മർമ്മങ്ങളിൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ നമ്മുടെ നിർമ്മിതിയെ ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള പോലെ തന്നെ ഭൂമിയുടെ വാസ്തുമണ്ഡലത്തിലും 108 മർമ്മങ്ങളുണ്ട് എന്നുള്ള കാര്യം നാം മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം. അടുത്ത ഒരു വീഡിയോയുമായി അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.